ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വണക്കം. ഇപ്പോൾ എന്താ പറയുക, മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് പലർക്കും സിനിമയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പ്രസ് മീറ്റിൽ വന്ന് സംസാരിക്കാനും നല്ല രീതിയിൽ ഇടപെടാനും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര, പ്രത്യേകിച്ച് നടന്മാരുടെ കാര്യം പറഞ്ഞത്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുകയാണ്. ചിലർ വരാറ് പോലും ഇല്ല. ഇപ്പോൾ ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ധർമ്മജൻ ബൊൾഗാട്ടിയുടെ പുതിയൊരു പടം വരാൻ പോകുന്നുണ്ട്. ഇതിൽ ധർമ്മജൻ ബൊൾഗാട്ടി ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. മെയിൻ സ്ട്രീം നടന്മാരായിട്ട് വരുന്നത് രാഹുൽ മാധവ്, കോട്ടയം രമേശ്, ജാഫർ ഇടുക്കി, ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പാളയം PC എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ് മീറ്റ് നടന്നായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു, ഈ പ്രസ് മീറ്റിന് കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം ആ പോസ്റ്ററുകളിലൊന്നും ധർമ്മജൻ, അവിടെ പങ്കെടുത്ത ധർമ്മജൻ ഇല്ല, മഞ്ജു പത്രോസ് ഇല്ല, ബിനു അടിമാലി ഇല്ല. അപ്പം ഇവരല്ലാതെ ബാക്കിയുള്ള നടന്മാർ എന്തെന്ന് ചോദിച്ചപ്പോൾ നിർമ്മാതാവ് പറഞ്ഞു മെയിൻ സ്ട്രീം നടന്മാരാരും വന്നില്ല. അപ്പം ഇത് കേട്ട് നമ്മുടെ ധർമ്മജൻ ഇച്ചിരി കലിപ്പിലായിപ്പോയി. ആണോ എന്താ, ധർമ്മജൻ വിചാരിച്ചു ധർമ്മജനും അവിടെ ഇരിക്കുന്നവരാരും മെയിൻ സ്ട്രീം നടന്മാരല്ല, ഇവർ കീഴിലുള്ള ഏതോ ഒരു നടന്മാരാണ് എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഉദ്ദേശിച്ചത് എന്നാണ്. എന്തായാലും സംഭവം എന്തോ നമുക്കൊന്ന് നോക്കാം. ഈ പോസ്റ്ററിൽ ബിനു അടിമാലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, ഡയറക്ടറുടെ കുഴപ്പമാണ്. ചെറിയൊരു ദേഷ്യം പോലാണ് അദ്ദേഹം പറയുന്നത്. ഈ പോസ്റ്ററിൽ മഞ്ജുവിൻ്റെയും ബിനു അടിമാലിയുടെയും ധർമ്മജൻ്റെയും ഒക്കെ പോസ്റ്റർ പതിക്കാഞ്ഞത് അത് നിർമ്മാതാവിനോടും സംവിധാനോടും കൂടി ചേർന്നാണ് പറയുന്നത് നിങ്ങളുടെ കുഴപ്പമാണ് പതിക്കാത്തത്. അപ്പം ബാക്കി നമുക്ക് കേട്ടുനോക്കാം. അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറും ഹീറോ ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക. ആസ് ഫാർ ആസ് മൈ നോളജ് അതൊരു കാര്യം തന്നെ പറഞ്ഞത്. ഇത് മെയിൻ നടന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ആ സിനിമയിൽ നായകന്മാരായിട്ടുള്ളതും അല്ലെങ്കിൽ നായികമാരായിട്ടുള്ളത് മെയിൻ നടന്മാരുടെയൊക്കെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ പോസ്റ്ററുകൾ അങ്ങ് വരുന്നത്. അങ്ങനെയാണ് ഇപ്പം മലയാള സിനിമ. അങ്ങനെയല്ല, ഇപ്പം മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, ഏത് ഇപ്പം ഹിന്ദിയിലായാലും തമിഴിലായാലും അല്ലാണ്ട് ഒരു കൂട്ടമായിട്ട് ഒരു ഫസ്റ്റ് ലുക്ക് ഇടുന്നതൊക്കെ വളരെ അപൂർവമാണ്. അല്ലാതെ വരുന്ന മെയിൻ സ്ട്രീം നടന്മാരുടെ പോസ്റ്റർ ആയിരിക്കും ഫസ്റ്റ് ലുക്കായിട്ടൊക്കെ വരുന്നത്. വെക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൽ ധർമ്മജൻ ഭായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു. മനസ്സിലായില്ലേ? ഞാൻ മെയിൻ സ്ട്രീമില്ലാത്താണോ, മഞ്ജു മെയിൻ സ്ട്രീമില്ലാത്തതാണോ, ബിനു അടിമാലി മെയിൻ സ്ട്രീമില്ലാത്തതാണോ, അങ്ങനെ പറയരുത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാർ പുള്ളി തന്നെ പറയുന്നുണ്ട് സെക്കൻഡ് പോസ്റ്റർ ഇവരുടെ എല്ലാവരുടെയും പടമൊക്കെ കാണും. ഇത് ഉറപ്പിച്ച ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളാരായി? ഞങ്ങളിവിടെ വന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂല് ഞങ്ങൾ വന്നവര് മണ്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായോ? അത് പാടില്ല, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. തെറ്റായ പരാമർശമാണ്. ധർമ്മജൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഈ മെയിൻ സ്ട്രീം നടന്മാർ അല്ലെങ്കിൽ ആ പോസ്റ്ററിലുള്ള നടന്മാരാരും പ്രമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അവരാണ്, കാരണം ഇവരെക്കാട്ടിലും കൂടുതൽ സാലറി മേടിച്ച് അഭിനയിച്ചിട്ടുള്ളത് അവരായിരിക്കും എന്തായാലും, അല്ലേ? അപ്പം ഇവർ രാഹുൽ മാധവാരും വന്നിട്ടില്ല. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വരായിരുന്നു. അപ്പം ഇവർ വരാത്തത് കൊണ്ട് ഇവരെ ചിലപ്പം പൊക്കി പറയാൻ ശ്രമിച്ച് കാണുമ്പോൾ വന്നവരെ അധികം ശ്രദ്ധിക്കാതെ അതായിരിക്കണം ധർമ്മജൻ ഇത്ര കലിപ്പായത്. പക്ഷെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ വരേണ്ടതാണ്. നിർമ്മാതാവ് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരണമെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് അസൗകര്യമുള്ള ഒരു സമയമായിരിക്കാം ആയിരുന്നെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് അവർക്ക് പറ്റുന്ന ഒരു സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. എന്തായാലും പ്രൊമോഷൻ ഭാഗമായിട്ട് അവരെത്തേണ്ടതാണ്. കാരണം നമ്മൾ തന്നെ നോക്കി ആ വീഡിയോ തന്നെ ആ പോസ്റ്ററിൽ ഉള്ളവരാരും ഇതിലില്ല. ആ നായിക ഒഴിച്ച് ബാക്കി ആരും ഇതിലില്ല. ധർമ്മജൻ പറഞ്ഞതിനോട് നല്ല ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിൽ അഭിനയിച്ച മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു. ഈ പ്രോഗ്രാമിൽ ഞാൻ വിളിച്ചു. എല്ലാരും ഞാൻ അത് ഷുവർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് ഇവർ എടുത്തു തന്നെ. അതുകൊണ്ടാണല്ലോ പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമവും. അല്ല, അത് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, കേൾക്കൂ. എന്താണെന്നറിയോ, ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ വെക്കുള്ളൂ. അതാണല്ലോ താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ, അല്ലെ? അത് ആ ചോദ്യത്തിനുള്ള ഉത്തരം വന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ. പക്ഷെ അത് കാര്യമുണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ധർമ്മജനെയും അല്ലെങ്കിൽ മഞ്ജുവിനെയോ അല്ലെങ്കിൽ ബിനു അടിമാലി വല്ലോ അവർ വിളിക്കുമായിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്രയും ഒരു 3-4 പേര്, നായിക, നായകൻ, പിന്നെ കൂടി പോയൊരു വില്ലൻ, പിന്നെ കുറച്ചും കൂടെ ആ ഒരു 4-5 പേര് അതിൽ കാണത്തുള്ളൂ. അവരില്ലാത്തതുകൊണ്ടാണ് ഇവരെ വിളിച്ചത്. അതൊരു മെയിൻ പോയിന്റാണ്.
ആണ് ഞാൻ കൊടുത്തത്. അതിന്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ഫേസ് ആണല്ലോ നമ്മള് ഇതിൽ ഇടുക ഫസ്റ്റ് പോസ്റ്റർ. പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരുടെയും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാറിനോട് ഇത് നമ്മളൊരു പ്രൊമോഷൻ പരിപാടിയാണ്, പക്ഷെ ഈ ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം ഒന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അല്ല ഞാൻ പറയട്ടെ ഇതില് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് നല്ല പങ്കുണ്ട്. അങ്ങനെ അത് അനിൽ പറയും. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് വലിയ കലാകാരന്മാരുമാണ്. നിർമ്മാതാവ് പറഞ്ഞതും കാര്യമില്ലേ? കാരണം ഈ ധർമ്മജനെയും മഞ്ജുനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. കാരണം അത് ഒരു നല്ല ഒരു ആക്ടർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൈസ അവർക്ക് കൂടുതൽ കൊടുക്കാം. നമ്മൾ രണ്ട് കാര്യത്തിലും ചിന്തിച്ചായിരിക്കും അവരെടുക്കുന്നത്. നമ്മളായാലും ഒരാളെ ഇപ്പം മെയിൻ സ്ട്രീം നടന്മാരല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ടിങ് ആൾക്കാരെ പൈസ കുറഞ്ഞുള്ളവരെ കിട്ടാനാണ് സാധാരണ ഒരു പുതിയ ഒരു പ്രൊഡ്യൂസറൊക്കെ തീരുമാനിക്കുക. അല്ല വലിയ അഭിനയമുള്ളവരൊക്കെ എടുത്ത് അവർ കൂടുതൽ പൈസ ചോദിക്കും. ഇപ്പം ധർമ്മജനൊക്കെ ആയാലും അധികം പടമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ധർമ്മജനും വലിയ കാശിൻ്റെ ശമ്പളം കൊടുക്കേണ്ടി വരത്തില്ല. അതായത് സാധാരണ കൊടുക്കേണ്ട ഒരു പൈസ കൊടുക്കേണ്ടി വരത്തില്ല. അതൊരു മഞ്ജുവിനും അങ്ങനെ നമ്മുടെ ബിനു അടിമാരിക്കും അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ഇവരെ പോലെ ഉള്ളവരെയൊക്കെ നിർമ്മാതാവ് തിരഞ്ഞെടുത്തത്. എന്തായാലും അവരെ അതിൻ്റെ പേരിലെങ്കിലും സിനിമയിൽ അഭിനയിപ്പിച്ചു എന്ന് പറയാം നമുക്ക്. എന്തായാലും നിർമ്മാതാവിൻ്റെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവരെയൊക്കെ വിളിച്ച് ചിലപ്പം പുള്ളിക്ക് പെട്ടെന്ന് എനിക്ക് പ്രൊമോഷനും ഒക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നത് ഇപ്പം മെയിൻ സ്ട്രീം നടന്മാരോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് നടന്മാരോ അതൊന്നുമല്ല, പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഇതിനൊക്കെ പൈസ മുടക്കി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതുമല്ല. അത് ഇന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ധർമ്മജൻ പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇന്നത്തെ മെയിൻ നടന്മാർ പൈസ കൊടുക്കും ഒന്നുമില്ല. അപ്പം ആ പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. മെയിൻ സ്ട്രീം എനിക്ക് മെയിൻ നടന്മാരെ വിളിച്ചിട്ട് അവർ വന്നില്ല. അപ്പോൾ ഉള്ളവരെ വെച്ച് ആ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാരിൽ എത്തിക്കുക എന്നാണ് പ്രൊഡ്യൂസർ വിചാരിച്ചതും. പിന്നെ ആ സമയത്ത് ഒരു സംസാരിക്കുന്ന മനുഷ്യന്മാരല്ലേ, കുറച്ച് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അല്ലോ. കാരണം അവർക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റ് പറ്റിപ്പോയി. അത് അപ്പം അതൊന്ന് ഒഴിവാക്കി വിടാനേ ഉള്ള കേസേ ഉള്ളൂ. ഇപ്പം പലരും ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ധർമ്മജൻ വെള്ളമടിച്ച്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരു ഉഴപ്പി ആ രീതി പറഞ്ഞതേ ഉള്ളൂ. വെള്ളമടിച്ചായിരുന്നെങ്കിൽ ധർമ്മജൻ്റെ വായിൽ നിന്നൊക്കെ വേറെ വെള്ളമൊക്കെ വീഴത്തുള്ളായിരുന്നു. എന്തായാലും വെള്ളമടിച്ചിട്ടൊന്നും അല്ല അദ്ദേഹം സംസാരിച്ചതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്നാലും കാരണം ഈ ധർമ്മജനൊക്കെ അധികം പടമില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു. ധർമ്മജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പടം ഇല്ലാതിരിക്കുന്നത് ആരും വിളിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ വീണ് കിട്ടിയ ഒരു പ്രൊഡ്യൂസറെ നമ്മൾ വെറുപ്പിക്കാതെ ഒക്കെ വിടുന്നത് നല്ലതായിരുന്നു. കാരണം വീണ്ടും സിനിമയിൽ അഭിനയിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡ്യൂസർ ധർമ്മജനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം ഞാനാണെങ്കിൽ അപ്പം ധർമ്മജനെ വിളിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഈ ഒരു പ്രശ്നം കാരണം ഈ സിനിമയെക്കുറിച്ച് 10 ആൾ അറിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഇങ്ങനെ ഉണ്ട്, ധർമ്മജനൊക്കെ ഉണ്ട് എന്ന് 10 ആൾ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു നോർമൽ ഇൻ്റർവ്യൂ ആയിപ്പോയി പോയതിനെ ആരും കാണത്തു പോലും ഇല്ലായിരുന്നു ഈ ഇൻ്റർവ്യൂ. പ്രത്യേകിച്ച് ഇവരെ മാത്രം വെച്ചുകൊണ്ട്. അപ്പം ചിലപ്പോൾ നമുക്ക് ഒരു വേറെ ഇത് ചിന്തിച്ചാൽ ചിലപ്പം ഇവർ കളിക്കുന്ന ഒരു നാടകമായിരിക്കും. ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ചില നമ്പറുകൾ ഇടാൻ, അതായത് ധർമ്മജനുണ്ട്, ബിനു അടിമാലിയൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഒന്ന് ഇച്ചിരി ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കളിച്ചൊരു നാടകമാണെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.